വളപട്ടണം മോഷണക്കേസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ പല ആൾക്കാരും ഇത്രയും പണം ആ വീട്ടിൽ വെച്ചതിനെ പറ്റിയും ഇത്രയും ഗോൾഡ് ആ വീട്ടിൽ സൂക്ഷിച്ചതിനെ പറ്റിയൊക്കെ കമൻറ്റ് പറഞ്ഞെങ്കിലും ആ മോഷണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. പോലീസ് 10-12 ദിവസം ഈ കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി മികവുറ്റ ഒരു അന്വേഷണ രീതി തന്നെയാണ് അവലംബിച്ചത്. കാരണം തുടക്കം മുതൽ വീടിന് പരിചയമുള്ള ആളാണ് എന്ന് ആ കൃത്യസ്ഥലം പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പലർക്കും സംശയം തോന്നി. അതുകൊണ്ട് തുടക്കം മുതലേ ഇതൊരു പ്രൊഫഷണൽ ഓപ്പറേഷൻ ആണെങ്കിലും വീടുമായിട്ട് നല്ല പരിചയമുള്ളവരും ആണ് ഇത് നടത്തിയിരിക്കുന്നതെന്നാണ് പൊതുവെ പോലീസ് ഗണിച്ചത്. ഏതായാലും വീടിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ലിജീഷ് എന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ആളെ പറ്റിയൊരു സംശയം തുടക്കം മുതലേ ഉണ്ട്. അവിടെ നിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിൽ ഇയാളുടെ ഏകദേശം റിസംബ്ലൻസ് ഉണ്ടായിരുന്നു. പോലീസിനത് സംശയമായി. ആ CCTV ദൃശ്യവും ഇയാളെ പരിചയമുള്ള പലരും ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞു ഇത് ലിജീഷ് തന്നെ. ഏതായാലും 10-12 ദിവസമായിട്ട് പോലീസ് ലിജീഷിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അയാൾ അമ്പിനും ബില്ലിനും എടുത്തില്ല. അയാൾ പിടിച്ചു നിന്നു. ദിവസങ്ങളോളം ഇങ്ങോട്ട് മുന്നോട്ട് പോയി നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള മറ്റ് ക്രിമിനലിൻ്റെ കാര്യം നോക്കണമെന്ന് ഒക്കെ നമ്മളുൾപ്പെടെയുള്ളവർ പറഞ്ഞു. വീടിൻ്റെ പരിസരത്ത് തന്നെ ഇതുപോലൊരു ഓപ്പറേഷൻ നടത്താൻ കഴിവുള്ള ഒരു കള്ളനുണ്ട് എന്നിപ്പോഴാണ് മനസ്സിലാകുന്നത്. അയാൾ കീച്ചേരിയിലെ ഒരു വീട്ടിൽ 4.5 ലക്ഷവും 11.5 പവനും നേരത്തെ പോയിരുന്നു. അവിടുത്തെ വീടിൻ്റെ പിന്നിലെ ഗ്രില്ല് ഇളക്കിയിരിക്കുന്നതാണ്. ഇവിടെയും സമാന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ രീതിയാണ് കണ്ടത്. ഇവിടുത്തെ ഗ്രില്ല് ഇളക്കി. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ലിജേഷ് അയാളൊരു വെൽഡിങ്ങിനെ പറ്റി നല്ല നിശ്ചയമുള്ള ഒരാളാണ്. അയാൾക്ക് വർക്ക്ഷോപ്പിലെ ജോലിക്കാരനാണ്. ഇയാൾ ഗൾഫിലിടയ്ക്ക് പോയി ജോലി ചെയ്യും. ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ട് 3 മാസമായി. കീച്ചേരി കേസ് ആയിട്ട് റിസംബ്ലൻസ് ഈ കേസിലുണ്ട്. അവിടെ എന്നാൽ ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പം ഇവിടെ നിന്ന് ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യത്തിൽ ഇയാളെപ്പോലെ തന്നെ ഒരു റിസംബ്ലൻസ് കിട്ടുകയും ചെയ്തു. മിസ്ലീഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. കാരണം പോലീസ് നായി വന്ന് മണം പിടിച്ചു. ആ ലോക്കറിൻ്റെ കീ മണപ്പിച്ച ശേഷം അത് റെയിൽവേ ട്രാക്കിൽ കൂടെ പോയി. അത് പ്രൊഫഷണലായിട്ടുള്ള റെയിൽവേ ട്രാക്കിൽ കൂടെ വന്ന് മോഷണം നടത്തുന്ന അത് ബംഗാൾ ഗ്യാങ്ങിനെ പറ്റിയൊക്കെ സംശയങ്ങളുണ്ടായി. എങ്കിലും ആ വീടിൻ്റെ പരിസരത്തുള്ള അയാളെ എലിമിനേറ്റ് ചെയ്തെങ്കിലേ മറ്റു പ്രൊഫഷണൽ ആൾക്കാരിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പോലീസ് അയാളെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അയാളെ ഇത്രയും ദിവസം ചോദിച്ചിട്ട് അയാൾ കീഴടങ്ങിയില്ല. അയാൾ കൺഫസ് ചെയ്തില്ല. പക്ഷേ പോലീസ് അയാളുടെ വീട് സെർച്ച് ചെയ്തു. വീട് മുഴുവൻ പരിശോധിച്ചു. കട്ടിലിന് അടിയിൽ ഒരു പ്രത്യേക അറയുണ്ടാക്കി അതിനകത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അത് പോലീസ് കണ്ടെടുത്തു. ഇയാളൊരു വെൽഡിങ് വർക്ക്ഷോപ്പിലെ തൊഴിലാളിയാണ്. അതുകൊണ്ട് ഇയാൾ അറയൊക്കെ ഉണ്ടാക്കി അയാൾ സ്വന്തമായിട്ട് വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി. അത് എത്ര നാൾ മുമ്പ് ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഈ മോഷണത്തിൻ്റെ തയ്യാറെടുപ്പിലാണോ ഉണ്ടാക്കിയത് അതോ ഇയാൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നാളുകളായിട്ട് ഇങ്ങനെ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? തെളിയിക്കപ്പെടാത്ത പല കേസുകളും കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ, വയനാട്, കോഴിക്കോട് പരിസരത്തിൽ. അപ്പോൾ ഇയാളുടെ കോംപ്ലിസിറ്റി അതിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ വീടിനകത്ത് തൻ്റെ കട്ടിലിനകത്ത് പ്രത്യേക അറയുണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പണിയാമല്ലോ, വേറൊരാളും അറിയില്ലല്ലോ അങ്ങനെ ഒരു അറയുണ്ടാക്കിയെന്ന്. അതിനകത്തുനിന്ന് പോലീസ് കണ്ടെടുത്ത 267 പവൻ, 1,21,00,000 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. KP അഷ്റഫിൻ്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 21 ലക്ഷം രൂപ കൂടുതലുണ്ട്. അത് വേറെ എവിടുത്തെയെങ്കിലും മോഷണം മുതൽ വിറ്റതാണോ അവിടുന്ന് ഉണ്ടാക്കിയ പണമാണോ എന്നിവിടെ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 300 പവൻ കൊണ്ടുപോയെങ്കിൽ 267 പവനേ ഉള്ളൂ. ബാക്കി സ്വർണ്ണം എവിടെയെങ്കിലും വിറ്റിട്ടുണ്ടോ എന്നറിയില്ല. കീച്ചേരിയിൽ നിന്ന് 4.5 ലക്ഷം രൂപയും 11.5 പവനും പോയിട്ടുണ്ട്.
ഇയാളൊരു സൈലൻ്റ് ഓപ്പറേറ്ററാണ്. ഗൾഫിൽ നിന്ന് വരുന്ന വഴിക്ക് വന്ന ശേഷം ഒരു മോഷണം നടത്തിയിട്ട് മടങ്ങും. അത് അക്കൗണ്ട് ചെയ്യാൻ ഗൾഫിൽ തീർച്ചയായിട്ടും അവിടെ ജോലിയുണ്ട്, അവിടെ വരുമാനമുണ്ട്, അത് കാണിക്കാം. അതുകൊണ്ട് ഇയാൾക്ക് ഈ മോഷ്ടിച്ചെടുക്കുന്ന വസ്തു വിറ്റ് കിട്ടുന്ന, അല്ല സ്വർണം വിറ്റ് കിട്ടുന്ന പണവും മോഷ്ടിക്കുന്ന പണമൊക്കെ അക്കൗണ്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടുന്ന് ബ്ലാക്ക് ആയിട്ട് മണി അങ്ങോട്ട് കടത്താം, അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാം. അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ധാരാളം നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇയാളെ പോലീസ് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയും പാവം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് ആ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ CCTV ദൃശ്യത്തിൽ നല്ല റിസംബ്ലൻസ് ഇയാളുടെ ഫിഗറുമായിട്ടുണ്ട്. അങ്ങനെ പൊതുവെ നോക്കിക്കഴിയുമ്പം ഹൗസ് ബ്രേക്കിങ്ങിന് 457 IPC പ്രകാരം 14 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. എങ്കിലും 7 വർഷം ഗ്യാരണ്ടീഡ്. ഹൗസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗ്രില്ല് പൊട്ടിച്ചകത്ത് കയറിയതുകൊണ്ട് 457 വരും. പിന്നെ വീടിനകത്ത് ചെറിയ അലമാരയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ഒരു 2 വർഷത്തെ 461 കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വീടിനകത്ത് കയറി മോഷണം നടത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരു 7 വർഷം അതിനോട് കിട്ടാൻ സാധ്യത. എങ്കിലും 10-21 വർഷം ജയിലിൽ കിടക്കാനുള്ള യോഗ്യത ഇപ്പം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തെ ഞടുക്കിയ ഒരു മോഷണമായിരുന്നിത്. ഇത്രയും പണം സൂക്ഷിക്കുമോ ഒരാൾ വീട്ടിൽ? കാരണം അയാൾ KPSF ഹോൾസെയിൽ ബിസിനസ്സുകാരൻ, അരിയുടെ റീറ്റെയിൽ ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് പണം ഇങ്ങനെ 1 കോടി 2 കോടിയൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചെന്നും വരാം. എന്തായാലും അത് വെച്ചിട്ട് ഇയാൾ 2-3 ദിവസത്തിന് മധുരയിൽ പോയത് ശരിയായില്ല. എങ്കിലും വീടിൻ്റെ പരിസരവും അല്ലെ വീടിനടുത്തുമൊക്കെ എപ്പോഴും ആൾക്കാരുള്ളതുകൊണ്ട് ഒരു ചെറിയ അങ്ങനെ ഒരു മോഷണം നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കും. എന്നാലും CCTV ക്യാമറ എല്ലായിടത്തും പതിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ലിജേഷിൻ്റെ അറസ്റ്റോടുകൂടി പോലീസിനൊരു തലവേദന കുറഞ്ഞു. കാരണം പോലീസ് ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ പോലീസിന് ധാരാളം പഴി കേൾക്കേണ്ടി വന്നേനെ. ഏതായാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ലഡ്ഡു വാങ്ങിച്ചിട്ട് അവർ സന്തോഷത്തോടെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരും അവരെ സ്നേഹിക്കുന്നവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. അവിടുത്തെ നാട്ടുകാരും പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൊട്ടടുത്ത വീട്ടിലായിട്ടും ദിവസങ്ങൾ 10-12 കഴിഞ്ഞെങ്കിലും വളരെ കൃത്യമായി അയാളെ തൂക്കി അയാളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ബൂട്ടി എടുത്തു. അത് കണ്ടെടുത്തുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 27 പ്രകാരം ഒരു റിക്കവറി നടത്തിക്കൊണ്ട് അയാൾക്ക് ഇനി രക്ഷയില്ല. തൊണ്ടി സാധനം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ ഉടമസ്ഥർ കണ്ട് തിരിച്ചറിയും. അതുകൊണ്ട് ഇനി അയാളുടെ ഫിംഗർ പ്രിൻറ്റും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 14 വർഷം വരെ ജയിലിൽ കിടക്കാനുള്ള സൗകര്യമായിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ. ഇനി ഇതുകൂടാതെ ഇയാൾ കീച്ചേരിൽ ഉള്ള മോഷണം, അതും അതിൻ്റെ സാധനങ്ങളുടെ റിക്കവറി ചെയ്യുമ്പം ആ കേസിനകത്തും വീണ്ടും ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേമാതിരിയുള്ള കേസുകൾ പലതും ഇനി തെളിയാൻ കിടപ്പുണ്ട്. അവിടെ നിന്നൊക്കെ ഇതുപോലെ സ്വർണവും ക്യാഷ് ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഈ വീടിനകത്തെ അറ എത്ര നാൾ കൊണ്ട് മുമ്പാണ് ഉണ്ടാക്കിയത്? അറ ഇങ്ങനെ നിരന്തരമായി നേരത്തെ ഉണ്ടാക്കിയിട്ട് മോഷ്ടിക്കുന്ന സംഗതികൾ, ഗോൾഡെല്ലാം അവിടെ കൊണ്ട് സൂക്ഷിക്കുന്ന പ്രകൃതമായ കൊണ്ട് അവിടുത്തെ പണം വിദേശത്തയച്ചോ, കാരണം ഒത്തിരി മോഷണ കേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയോ വിദേശത്ത് കടത്തിയോ എന്നൊക്കെ ഇനി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പം കണ്ടെടുത്തെടുത്ത് 300 പവൻ പറഞ്ഞെടുത്ത് 267 ഉള്ളൂ. ബാക്കി ഗോൾഡ് എവിടെ പോയി? 1 കോടി എന്ന് പറഞ്ഞിട്ട് 1,21 ലക്ഷം അധികം വന്നിരിക്കുന്നു. അത് മോഷണ കേസിൽ ഉൾപ്പെട്ട സ്വർണം വിറ്റ് കിട്ടിയ പണമാണോ, വേറെ വല്ല സ്ഥലത്തുനിന്ന് ഇതുപോലെ മോഷണം തുടർച്ചയായിട്ട് നടത്തുന്നതുകൊണ്ട് എപ്പോഴും ഇയാളുടെ വീട്ടിലെ ക്യാഷ് എപ്പോഴും കൂടുതലായിരിക്കും. ക്യാഷ് ഒതുക്കം ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നു. വീട്ടിലെ മറ്റാർക്കും അറിയാത്ത രീതിയിൽ അത് വെക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയമായിട്ട് അവിടെ തന്നെ ഒരു അറയുണ്ടാക്കി പണം സൂക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിന്നും ഇയാൾ മോഷ്ടിച്ച് ധാരാളം പണം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതിനെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അയാൾക്കുണ്ട്. അതനുസരിച്ചാണ് ഈ അറയുണ്ടാക്കിയിട്ട് ഇത്രയും വലിയ മോഷണങ്ങൾ. ഇത് പിടിച്ചില്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇതുപോലത്തെ മോഷണം നടത്താൻ അയാൾ പ്ലാൻ ഇട്ടിരുന്നു. ഇതിനു മുമ്പ് ഉണ്ടാകിയ ഇതുപോലെ മോഷണം നടത്തി പിടിക്കാത്ത തൊണ്ടി സാധനങ്ങൾ, ഗോൾഡും ക്യാഷും ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര നാൾ മുമ്പ് ഇയാൾ സ്വയം ഈ അറയുണ്ടാക്കിയെന്ന് പോലീസ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം.